സ്ലോ മോഷനിൽ വരുന്ന ലാലേട്ടന് വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു ലേഡി ബൗൺസർ. ഞാൻ ലാലേട്ടനിലെ ലേഡി ബൗൺസർ അല്ല. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വാർത്ത വന്നതിൽ. അതിലുപരി ലാലേട്ടൻ്റെ ലേഡി ബൗൺസർ എന്ന് പറഞ്ഞതിൽ കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. പിന്നെ ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ അത് തിരുത്താനുള്ളൊരു കടമ എനിക്കുണ്ടല്ലോ. തെറ്റായ ഒരു വാർത്ത വരുമ്പോൾ നമ്മളത് തിരുത്തി പോകുന്നതല്ലേ നല്ലത്. ലാലേട്ടൻ വന്നു, റൂമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ സമയം മുതൽ വൈകുന്നേരം പോകാൻ കഴിയുന്നവരെ ഞാൻ ആ ഒരു ഇവൻറ്റിലുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. കാരണം പിന്നെ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റും. ഒരു വിഷയം വന്നാൽ തളർന്നു പോവാതെ മാക്സിമം അത് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ നോക്കാം. നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടാതെ വരുന്ന നമ്മൾ എടുത്തു കൊടുക്കുന്ന ഓരോ ചിത്രങ്ങളും ഓരോരുത്തരുടെ ലൈഫിൽ ചിലപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാടെക്. ഞാൻ ബിൻഷ മോഹൻദാസ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ലാലേട്ടന് സുരക്ഷയൊരുക്കി വൈറലായിട്ടുള്ള ലേഡി ബൗൺസർ അനു കുഞ്ഞുമോനാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. അപ്പോൾ ശരിക്കും ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കണം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. എന്താണ് ഇപ്പോൾ തോന്നുന്ന ഒരു ഫീലിംഗ്? എന്താണ്? പെട്ടെന്ന് ഒരു വാർത്ത വന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി മീഡിയാസ് കവർ ചെയ്തു. എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ചെറിയ തിരുത്തലുകളുണ്ട് ആ വാർത്തയിൽ. ഞാൻ ലാലേട്ടനിലെ ലേഡി ബൗൺസർ അല്ല. നമ്മൾ കോമൺ ആയിട്ട് എല്ലാ സെലിബ്രിറ്റീസിനും ഒരുമിച്ച് പോയി വർക്ക് ചെയ്യുന്ന ബൗൺസേഴ്സാണ്. ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് പോകുന്നൊരു വ്യക്തിയല്ല. അങ്ങനെ ഒരു ചെറിയ തിരുത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരാളാണ് ചേച്ചി എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. തീർച്ചയായിട്ടും. ശരിക്കും ഒരു തിരുത്തലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മുൻനിരയിലേക്ക് വന്ന് പ്രതികരിച്ചത് അല്ലേ, ലാലേട്ടൻ്റെ ലേഡി ബൗൺസർ എന്ന് പറഞ്ഞതുകൊണ്ട്. മെയിൻ ഇന്റർവ്യൂസ് ഒന്നും ഭയങ്കര എന്താ പറയാ താല്പര്യമുള്ള ഒരു കൂട്ടത്തിലുള്ള ഒരാളല്ല. പിന്നെ ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ അത് തിരുത്താനുള്ള ഒരു കടമ എനിക്കുണ്ടല്ലോ. അതെ അതെ. തെറ്റായ ഒരു വാർത്ത വരുമ്പോൾ നമ്മളത് തിരുത്തി പോകുന്നതല്ലേ നല്ലത്. ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കൂടെ പോയി, അപ്പൊ അന്നേരം ഒന്നും ശരിക്കും പറഞ്ഞാൽ വൈറൽ ആയിട്ടില്ല. അപ്പൊ ലാലേട്ടന്റെ കൂടെ ഇതിനു മുൻപ് പോയിട്ടുണ്ടോ? ഇപ്പൊ വൈറൽ ആവാനുള്ള ആ ഒരു വീഡിയോ ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എന്താ? അത് PTA എന്ന് പറയുന്ന ഒരു ഏജൻസി, അതായത് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ന്യൂസ് കൊടുക്കുന്ന ഒരു ഏജൻസി. അവിടെ നിന്നൊരു ഡോക്യുമെന്റേഷൻ എന്നുള്ള രീതിയിലാണ് ബൗൺസറിനെ കുറിച്ച് അറിയാനും അത് ഡോക്യുമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ അവർ ഫോൺ കോൾ വഴി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ബൗൺസറിനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, 3 വർഷം കൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അറിയാവുന്ന സെലിബ്രിറ്റി ആയിട്ടുള്ള എല്ലാവരുടെ പേരും തന്നെ പറഞ്ഞതാണ്. പിന്നെ എൻ്റെ കയ്യിൽ വളരെ ചുരുക്കം വീഡിയോസ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വീഡിയോസ് എടുത്ത് നടക്കുന്ന ഒരു ഇതില്ല, നമുക്കങ്ങനെ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉണ്ടായിരുന്ന വീഡിയോസ് എല്ലാം അവർക്ക് കൊടുക്കുകയും ചെയ്തു നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ. അതിൽ ലാലേട്ടൻ്റെ ഉണ്ടായിരുന്നു, ഹണി റോസിൻ്റെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ആ വ്യക്തികളുടെ വീഡിയോസ് ഉണ്ട്. പക്ഷെ ഇതാണ് അവരെടുത്തിട്ട് ഇതാക്കിയത്. അപ്പം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വാർത്ത വന്നതിൽ. അതിലുപരി ലാലേട്ടൻ്റെ ലേഡി ബൗൺസർ എന്ന് പറഞ്ഞതിൽ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ശരിക്കും അങ്ങനെയാണ് ഈ വീഡിയോ വൈറലാവുന്നത്. ശരിക്കും ആ വീഡിയോക്ക് പിന്നിൽ ഇത് എന്തിനു വേണ്ടി ചെയ്തായിരുന്നു ലാലേട്ടൻ്റെ ബൗൺസറായിട്ട് പോയത്? അതൊരു ആഡ് വർക്കായിരുന്നു. അത് KK പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയില്ല. നമ്മൾ മെയിനായിട്ട് ആഡ് ഷൂട്ടുകളാണ് ചെയ്യാറ്. അപ്പം അങ്ങനെ ആഡ് ഷൂട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ബൗൺസർ മാത്രമല്ല, ഈവൻ കോർഡിനേറ്ററും കൂടിയാണ്. അങ്ങനെ ആ ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്തപ്പോൾ എടുത്ത വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോക്ക് മുൻപും വീഡിയോക്ക് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്താ ശരിക്കും ഇങ്ങനെ എല്ലാവരും അറിഞ്ഞപ്പോൾ? വീഡിയോയ്ക്ക് മുമ്പ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തു പോകുന്ന ഒരാളാണ്. ഇപ്പോൾ കുറേ അധികം ആൾക്കാർ നമ്മൾ അറിഞ്ഞു. എനിക്ക് ആ വീഡിയോ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു കാര്യം, ഒത്തിരി ആൾക്കാർ അറിഞ്ഞിട്ട് ഈ ഒരു വർക്ക് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ച ഒത്തിരി ലേഡീസ് ഉണ്ട്. എനിക്ക് അതാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രചോദനമായി സന്തോഷം തോന്നിയൊരു കാര്യമാണ്. ശരിക്കും ലാലേട്ടൻ്റെ ഒരു കട്ട ആരാധികയാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? സ്ലോ മോഷനിൽ വരുന്ന ലാലേട്ടന് വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു ലേഡി ബൗൺസർ, തൻ്റെ പ്രവർത്തനത്തിൽ കർമ്മനിരതയായിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു വീഡിയോ വന്നപ്പോൾ എന്തായിരുന്നു ഒരു മൊമെന്റ്? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർക്കിൽ
ഞാൻ പറഞ്ഞല്ലോ കോർഡിനേറ്റർ ആയിരുന്നു. അപ്പോൾ രാവിലെ ലാലേട്ടൻ വരുമെന്ന് ഇപ്പോൾ KK പ്രൊഡക്ഷനിലെ ഓണർ കിച്ചു എന്ന് പറയുന്ന ചേട്ടനാണ്. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, തലേ ദിവസം പറഞ്ഞു രാവിലെ ലാലേട്ടൻ വരും, അപ്പം ഒന്ന് പോകണം. ചെന്നിട്ട് ആ സമയത്ത് തലേന്ന് മൊത്തം അവിടെ ഷൂട്ടിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരെല്ലാവരും ഒത്തിരി ലേറ്റായാണ് പോയത്. അപ്പോൾ എന്നോട് രാവിലെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ പോകുന്നതിന് തലേ ദിവസം പറഞ്ഞു എന്നോട് ഇങ്ങനെ ലാലേട്ടനെ വന്നത്. അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. പക്ഷെ നമ്മളെപ്പോഴും ബൗൺസർ വർക്കിനാണെങ്കിലും ഫോട്ടോഗ്രാഫിക്കാണെങ്കിലും പോകുമ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടാണ് കാണാറ്. അതെ അതെ. അപ്പോൾ ഇത് നമ്മൾ ചെന്നിട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പോയി ഞാൻ പറഞ്ഞതിൽ നേരത്തെ പോയി അവിടെ വെയിറ്റ് ചെയ്തു. 1.5 മണിക്കൂർ വൈകിയ വന്ന്. അത്ര നേരം വെയിറ്റ് ചെയ്തു. ലാലേട്ടൻ വന്നു, റൂമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ സമയം മുതൽ വൈകുന്നേരം പ്രോഗ്രാം കഴിയുന്നവരെ ഞാൻ ആ ഒരു ഇവൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി നേരം അടുത്ത് കാണാനൊക്കെ ഒരു ഭാഗ്യമുണ്ടായി. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ്. ഒത്തിരി സന്തോഷമായി. അന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. കാരണം ഒത്തിരി ഫിലിം പ്രൊമോഷൻസ് ചെയ്തെങ്കിലും ഇത്തരം അടുത്ത് നിന്ന് കാണാനും സംസാരിക്കാനും പറ്റുന്ന ഒരു അവസരം കിട്ടാന്ന് ഭയങ്കര ഭാഗ്യമായിട്ട്. അത് കോർഡിനേറ്റും കൂടി ചെയ്തത് കൊണ്ടായിരിക്കും പറ്റിയത്. അപ്പൊ ലാലേട്ടൻ അനു കുഞ്ഞുമോൻ എന്നുള്ള ചേച്ചിയുടെ പേര് ഓർത്തിരിക്കുന്നുണ്ടോ ഇപ്പൊ? എങ്ങനെയാണ് അത് ഇപ്പൊ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സജീവമായിട്ട് ഫോട്ടോഗ്രാഫിയിലുള്ള സമയത്ത് ആരായാലും ശ്രദ്ധിക്കും. കാരണം കുറേ ആണുങ്ങളുടെ ഇടയിൽ ഒരു ലേഡീന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അന്ന് എന്നെ നല്ല ജോബാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി എൻകറേജ് ചെയ്തൊരു വ്യക്തിയാണ്. നന്നായി വരട്ടെ എന്നൊക്കെ നമ്മളോട് പേഴ്സണലി പറയുമ്പോൾ, ലേഡീസ് ഒട്ടും കാണാത്ത മേഖലയാണ്, നന്നായി വരട്ടെ, നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും ബ്ലെസ്ഡ് ആണെന്ന് എനിക്ക് ആ സമയത്ത് തോന്നിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബൗൺസർ വർക്കിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ജസ്റ്റ് കയറി വരുന്ന സമയത്ത് ഫോട്ടോ ഇല്ലേ, ക്യാമറ ചെയ്യുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു, നോട്ടീസ് ചെയ്തു. അത് വേറൊന്നും കൊണ്ടല്ല, വെറൈറ്റി മീൻസ് ഉള്ളതിൽ വെറൈറ്റി ആയിട്ട് കൂടെ ക്രൗഡിന്റെ കൂടെ 10-20 ആമ്പിള്ളേരുടെ കൂടെ ഒരു ലേഡി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇത് അത്രേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറയാൻ വിട്ടുപോയി, ബൗൺസർ ആവുന്നതിന് മുൻപ് ചേച്ചി ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. 13 വർഷം ഒരു ഫോട്ടോഗ്രാഫി ചെയ്ത എക്സ്പീരിയൻസിന് ശേഷമാണ് ലേഡി ബൗൺസർ ആയിട്ട് വന്നത്. അപ്പൊ എന്താണ് ആ ഫോട്ടോഗ്രാഫറിൽ നിന്ന് ഇപ്പൊ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ടെങ്കിൽ ലേഡി ബൗൺസറിലേക്കുള്ളൊരു എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്, വേറെ ഒന്നുമല്ല. ഈ പ്രൊമോഷൻ വർക്കുകൾക്ക് പോയ സമയത്ത് ഉണ്ടായിരുന്നൊരു ചെറിയ ഇൻസിഡന്റ്, അതേ ചൊല്ലിയാണ് ബൗൺസറിലേക്ക് വരണം എന്നൊരാഗ്രഹം ഉണ്ടായത്. ആദ്യത്തെ 1-2 വർക്കുകൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അതൊരു ഇഷ്ടമായി. ആ ഒരു ഇഷ്ടത്തോടു കൂടി പിന്നെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ 3 വർഷം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ബൗൺസർമാര് ഇപ്പൊ മാധ്യമ പ്രവർത്തകരോട് ഒരു കലിയുണ്ട്, അപ്പൊ അവരെ ഇങ്ങോട്ട് മാറ്റി നിർത്തും. അപ്പൊ അങ്ങനെയാണോ ശരിക്കും ഒരു ചലഞ്ചിങ് ആയിട്ട് എനിക്കിത് ഏറ്റെടുക്കണം എന്ന് തോന്നിയത്? ബൗൺസേഴ്സിന് ഒരിക്കലും മാധ്യമ പ്രവർത്തകരോട് ഒരു കലിയൊന്നുമില്ല, അത് തെറ്റായ ധാരണയാണ്. അതായത് മാധ്യമപ്രവർത്തകർ അവരവരുടെ ജോലിയെ ചെയ്യുന്നത്. കാരണം അവർക്ക് ഏറ്റവും നന്നായിട്ട് ന്യൂസ് കിട്ടുക, കൂടുതൽ വിഷ്വല് കിട്ടുക, അവരതാണ് എഫേർട്ട് ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ബൗൺസേഴ്സ് എന്താ ചെയ്യുന്നത്, ആ ഒരു ക്രൗഡിന്റെ ഇടയിൽ നിന്ന് വരുന്ന സെലിബ്രിറ്റീസിനെ കെയർ ചെയ്ത് പോവാ, അത്രേ ഉള്ളൂ. രണ്ടുപേരും അവരുടെ ജോലി ചെയ്യുന്നത്. ഇടയിൽ വരുന്ന ക്ലാഷ് ആണ് ഈ പറഞ്ഞ സംഭവം. അപ്പൊ അന്ന് ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള അനുചേച്ചിയെ എന്താ പറയാ പിടിച്ച് തള്ളി, ഒരു ബൗൺസർ ആരോ തള്ളിയപ്പോഴാണ് അന്നൊരു കശപിശി ഉണ്ടായതും പിന്നീട് എനിക്ക് എന്തുകൊണ്ട് ഇതായില്ല, ആകാൻ പറ്റിയില്ല, ചെയ്യാലോ എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നത്. അപ്പൊ ആ ഒരു തോന്നിയ മൊമെന്റ് എപ്പോഴാണ്, ആ ഒരു നിമിഷത്തിൽ എങ്ങനെയാണ് അത് തോന്നാൻ കാരണം? ഇത് വേറൊന്നുമല്ല, നമ്മളെവിടെ ചെന്നാലും ലേഡീസ് ഉണ്ടാവാറുണ്ട്, ലേഡീസിന്റെ സപ്പോർട്ടിന് ലേഡീസ് ഉണ്ടാവാറുണ്ട് എല്ലായിടത്തും. അപ്പോൾ ബൗൺസർ വർക്കിൽ അങ്ങനെ അധികം ലേഡീസിനെ കണ്ടിട്ടില്ല. കൂടുതലും പബ്ബുകളിൽ മാത്രമേ ലേഡീസ് ഒതുങ്ങി പോകാറ് പതിവ്. അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾക്കൊക്കെ ലേഡീസ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതല്ലേ. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഡിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് ലേഡീസിനെ കണക്ട് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു തോട്ട് വന്ന് ചെയ്യാൻ തുടങ്ങിയതാണ്. പിന്നെ സോഷ്യൽ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ശരിക്കും ലേഡി ബൗൺസർമാർ അനുഭവിക്കുന്ന വേദന ഒരുപാടില്ലേ, കഷ്ടപ്പാട്? അതെല്ലാ ജോലിയിലും ഇല്ലേ? അതെല്ലാ ജോലിയിലും ഉണ്ട്. അത് നമ്മൾ കുറച്ചും കൂടി താല്പര്യത്തോടു കൂടി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. പിന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റും? അതില്ല. ഇപ്പോൾ ഫോട്ടോഗ്രാഫി തന്നെ ഞാൻ പറഞ്ഞു, ആദ്യ സമയത്ത് ഞാൻ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ എല്ലാവരുടെ ഇടയിൽ ഇടിച്ചു കയറി പെണ്ണിന് വേറെ പണിയില്ലേ എന്ന് ആ ഒരു മൈൻഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ അതെ, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് ചെയ്യുക, മറ്റുള്ളവരെന്ത് നോക്കുന്നു എന്ന് നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിലിരിക്കേണ്ടി വരും. ഇപ്പൊ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പാഷനേറ്റ് ആയിട്ട് പഠിച്ചിട്ട് ചെയ്യുന്നതാണോ അതോ എങ്ങനെയാണ്? എൻ്റെ അച്ഛൻ ഫോട്ടോഗ്രാഫറായിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ബ്രദർ ഫോട്ടോഗ്രാഫറാണ്. അപ്പം അങ്ങനെ പക്ഷെ ചെറുപ്പത്തിൽ അച്ഛൻ ബ്രദറിനെ മാത്രം ഫോട്ടോഗ്രാഫിയിൽ കൊണ്ടുവരും. പെൺപിള്ളേർക്ക് പറ്റിയ മേഖലയല്ലെന്ന് ചെറുപ്പം മുതലേ അച്ഛൻ പറയുമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കതൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു കണ്ടു പഠിക്കാനോ ഒന്നിനും പറ്റിയ ഒരു അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ വലുതായതിനു ശേഷം എനിക്ക് ഒത്തിരി സ്ഥലത്ത് ജോലി ചെയ്തു, എന്തോ ഒന്നും അങ്ങ് തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല. നമുക്ക് നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു സ്റ്റാൻഡിൽ നിന്നൊരു കാര്യം ചെയ്യാനോ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ളൊരു മേഖല ആയതുകൊണ്ട് ചെറുതായിട്ട് ഫോണിലൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഇതുപോലെ ഒരു ഫംഗ്ഷന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ക്യാമറ മേടിച്ചിട്ട് ഞങ്ങളുടെ തന്നെ ഫാമിലി ഫംഗ്ഷന് ഒരു ഫോട്ടോ എടുത്തതാണ്. അതായിട്ട് എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്കതൊന്ന് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നോക്കി. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങി. വെഡിങ് വർക്ക് ചെയ്യുമായിരുന്നു, ഫിലിം പ്രൊമോഷൻ. മെയിൻലി ഫിലിം പ്രൊമോഷനിൽ വന്ന് തന്നെ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അത്യാവശ്യം നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോസ് ഇടുമ്പോൾ നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്താ പറയുക, ലൈഫിൽ ഒത്തിരി കാണാൻ ആഗ്രഹിച്ച ആൾക്കാരെയൊക്കെ മുമ്പിൽ കാണുമ്പോൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ടോ? വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്, പിന്നെ ബേബി ഷൂട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം. അപ്പോൾ സ്വന്തം ഇപ്പോൾ ഒരു വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ഒരു പുരുഷനും കൂടി ഒരുമിച്ചിട്ടുണ്ട്. ഇതൊരു സ്ത്രീ എന്ന നിലയിൽ ഒറ്റയ്ക്ക് എടുത്തിട്ടാണോ ഈ വർക്കൊക്കെ ചെയ്യുന്നത്? ഞാൻ വർക്ക് ഒറ്റയ്ക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. കാരണം ഒരു സ്റ്റില്ല് മാത്രമല്ലല്ലോ ഒരു വെഡിങ് എന്ന് പറയുന്നത്. സ്റ്റില്ലുണ്ട്, വീഡിയോ ഉണ്ട്, ഹെലി, അങ്ങനെ ഒത്തിരി കാൻഡിഡ് ഫോട്ടോസ്, എല്ലാത്തിനും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് വെക്കാൻ ആൾക്കാരുണ്ട്. ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞു ഒരു പെൺകുട്ടി പഠിക്കേണ്ടതല്ല, ഇത് ആൺകുട്ടികൾക്ക് മാത്രം ചെയ്യേണ്ടതാണെന്ന്. അന്ന് അച്ഛനോട് എന്തെങ്കിലും മറുപടി പറഞ്ഞിരുന്നോ, അല്ലെങ്കിൽ ഞാനിത് പ്രൂവ് ചെയ്തിട്ട് അച്ഛനെ കാണിച്ചു കൊടുക്കാനായിരുന്നോ? അന്ന് അച്ഛനോട് മറുപടി ഒന്നും പറഞ്ഞില്ല, കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ ഓക്കെ, പക്ഷെ അപ്പോഴും സങ്കടം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അത് ഒരിക്കലും ഒരാൾക്കത് അടിച്ച് നിന്നെക്കൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞു വിടുന്ന ഒരിക്കലും ചെയ്യരുത്. ആരുടെ ലൈഫിലാണെങ്കിലും അത് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഇൻസൾട്ട് എന്നല്ല, നമുക്ക് ചിലപ്പോൾ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള പല കഴിവുകളുണ്ടാവും. പക്ഷെ അതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് അത് അടിച്ച് നമ്മൾ തന്നെ മൂടും. ഒരിക്കലും നമ്മുടെ മക്കളെ ആണെങ്കിലും ശരി, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, മാക്സിമം മറ്റുള്ളവർക്കുള്ള കഴിവുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം അച്ഛനൊക്കെ എന്താ പറയുന്നത്? ഇതിനിടയ്ക്ക് ഒരിക്കൽ ഇതുപോലെ തന്നെ എന്നെക്കുറിച്ചൊരു ഫീച്ചർ വന്നിരുന്നു ഫോട്ടോഗ്രാഫിയിൽ. ആ സമയത്തൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ പാരൻസ് ആണെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകൾ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് കാണിച്ചു കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയത് ആരാണ് ശരിക്കും ബൗൺസർ വർക്കിന് ഇറങ്ങിയപ്പോഴും ഈ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോഴും ഒക്കെ? ഫോട്ടോഗ്രാഫിക്ക് എനിക്ക് സപ്പോർട്ട് തന്നിരുന്ന ഹസ്ബൻഡായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ ഫോട്ടോഗ്രാഫിയുടെ പേരിൽ തന്നെ ഒത്തിരി ഇഷ്യൂസ് വന്നു. ആൾക്ക് നമ്മുടെ ഫീൽഡ് അറിയാമല്ലോ, ജെൻസ് ആണ് കൂടുതലും. അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ സംസാരങ്ങളും കാര്യങ്ങളും വന്നു. കാരണം ഒരു പ്രാവശ്യം അച്ഛനായിട്ട് എൻ്റെ ലൈഫിൽ നോ പറഞ്ഞു പോയതാണ്. പിന്നെ ഒത്തിരി അധികം ഫാമിലി ഇഷ്യൂസ് വന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം. പിന്നെയും വീടിൻ്റെ അകത്ത് പക്ഷെ നമുക്ക് പാഷനേറ്റീവായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാം. നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ വർക്കുമായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഇപ്പം ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, ലീഗലി അല്ല സെപ്പറേറ്റഡ് ആണ്. 2 കുട്ടികളുണ്ട്, സുഖമായിട്ട് പോകുന്നു. അപ്പോൾ സിംഗിൾ പാരന്റ് ആണ്. അപ്പോൾ മക്കളെയൊക്കെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പാടും ഉണ്ടാവും. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് നമുക്കറിയാം, ബൗൺസർ വർക്കിനൊക്കെ വരുമ്പോൾ അത്രക്ക് പൈസയെ കിട്ടുള്ളൂ. അപ്പോൾ ഫോട്ടോഗ്രാഫിയും ചെയ്തിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു സിംഗിൾ പാരന്റ് എന്ന നിലയിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണ്? സിംഗിൾ പാരന്റ് എന്നുള്ള രീതിയിൽ എല്ലാവരും അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് എനിക്ക്. കാരണം ഫിനാൻഷ്യലി നല്ല ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട് നല്ലപോലെ. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുന്നിൽ നമുക്ക് ജോലി ചെയ്യാം, നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അതിനുവേണ്ടി എഫേർട്ട് ഇടും. ഇപ്പോൾ ഒന്നിലധികം ജോലി ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ ലൈഫ് ഒരു അടുത്തെത്തിക്കാനായിട്ട് നോക്കും.
പിന്നെ ബൗൺസർ ജോലിയിലേക്ക് വന്ന സമയത്ത് മക്കൾ രണ്ടുപേരും നല്ല സപ്പോർട്ടാണ്, കുട്ടികൾ രണ്ടുപേരും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ കൂടിയും അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോൾ നല്ല രീതിയിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം ജനിച്ചതും വളർന്നതൊക്കെ എവിടെയാണ്? ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ആമ്പല്ലൂരാണ്. ജനിച്ചതും വളർന്നതും എവിടെയാണെങ്കിലും ഒരു 10 കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നില്ല, അമ്മയും അനിയത്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പുന്നുരുന്തിയിൽ എൻ്റെ അമ്മയുടെ അച്ഛനാണ് എന്നെ കൂടുതലും നോക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അച്ചാച്ചനാണ് ഇപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ പോലും പല രീതിയിലും സപ്പോർട്ടീവായിട്ടുള്ള അമ്മയുടെ അച്ഛൻ തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഒരാളോട് കടപ്പാടോ ഇല്ലെങ്കിൽ ലൈഫിൽ ഒരാളോ നമ്മുടെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ആവണം എന്ന് അത്ര ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരേക്കാൾ കൂടുതൽ അവൻഷനാണ്. ഇന്ന് അദ്ദേഹം ഉണ്ടോ? ഇല്ല. മക്കളെന്ന് പറയുമ്പോൾ മോളും മോനും അല്ലേ? അപ്പോൾ രണ്ടുപേരും എത്രയിലൊക്കെയാണ് പഠിക്കുന്നത്? മോള് +2, മോൻ 7th. മോള് ഭയങ്കര ആക്റ്റീവാണ്. മോനും അതുപോലെ തന്നെ മോഡലിംഗ് ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ അവളുടേതായ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന ഒരു വ്യക്തി. അവരെ എങ്ങനെയാണ് അമ്മ എന്തെങ്കിലും തളർന്നു പോകുമ്പോൾ ഒക്കെ എന്താണ് സപ്പോർട്ട് ചെയ്യുക? അങ്ങനൊരു അവരെക്കുറിച്ച് പറയുവാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇടവും വല്ലതാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന 2 പേരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊന്നിനെയും എനിക്ക് പേടിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ എന്ത് ചെയ്താലും ഞാൻ എവിടെ പോയാലും എല്ലാം അറിയാവുന്ന 2 പേരാണ്. അങ്ങനെ എൻ്റെ എല്ലാ എന്നുവെച്ചാൽ ഓരോ മൊമെൻറ്റും പറഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് തന്നെ തിരിച്ചും അവരെന്നോട് ആ രീതിയില്ല. 2 മക്കളാണെങ്കിലും ശരി, അവരുടെ എല്ലാ കാര്യങ്ങളും ഒന്നും മറച്ചു വെക്കാതെ സംസാരിക്കില്ല. ഞങ്ങൾ 3 പേരും വീട്ടിലെ കുട്ടികളാണ്, 3 പേരും. അങ്ങനെ ഞാൻ അവർക്ക് അമ്മയോ അവരെനിക്ക് മക്കളോ എന്നുള്ള ഇതല്ല, ഞങ്ങൾ 3 പേരും കൂട്ടുകാരെ പോലെ. അതുകൊണ്ട് തന്നെ ഒരു അമ്മ മക്കൾ എന്നുള്ളൊരു രീതിയല്ല വീട്ടിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞു, നമ്മൾ അറിയാം ഈ ബൗൺസർ വർക്കിനായാലും ഫോട്ടോഗ്രാഫിക്കായാലും ഒരുപാട് ആണുങ്ങളുമായിട്ട് ഇടപഴകി നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അത് അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ശരിക്കും ഭർത്താവ് അങ്ങനെ ഒരു ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഒരു ലേഡി ആയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വർക്കിന് പോകുമ്പം സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പോഴൊക്കെ രാത്രിയൊക്കെ വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു, അവള് പാതിരാത്രി വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ ഇത് വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ ഓരോ അവസ്ഥയിലും, അതായത് ഞാൻ എന്ന വ്യക്തിയെ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുന്ന എനിക്കാണ്, വേറൊരാൾക്കും അറിയില്ല. ഞാൻ അനുഭവിക്കുന്ന സ്ട്രഗിള്, എൻ്റെ ഹാപ്പിനെസ് എല്ലാം എനിക്ക് മാത്രമേ അറിയൂ. അപ്പം പുറമേ നിന്ന് നോക്കുന്നവർ ജഡ്ജ് ചെയ്യുന്നത് വെച്ചിട്ട് ഞാനൊരു കാര്യം ചെയ്താൽ ഒരിക്കലും എൻ്റെ ലൈഫ് മുമ്പോട്ട് നേരെ പോവില്ല. മാക്സിമം ഞാൻ എന്താണോ, എനിക്കെന്താണ് ഹാപ്പിനെസ്, എൻ്റെ ചുറ്റുമുള്ളവരെ എത്രത്തോളം ഹാപ്പി ആക്കി വെക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ബാക്കി പുറമേ നിന്ന് വരുന്നൊന്നും ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് ബോധേഡല്ല ഞാൻ. ഓൾറെഡി ഞാൻ ബൗൺസർ വർക്കിന് പോകുന്ന ഒത്തിരി അധികം കമ്പനികളുണ്ട്. ഇപ്പോൾ IBF എന്ന് പറയുന്ന സിനിമയുടെ തന്നെ ഒരു ഇതാണ് IBF. അപ്പോൾ ഇന്ത്യൻ ബൗൺസേഴ്സ് ഫെഡറേഷൻ, അതിൽ ഷാൻ ചേട്ടനൊക്കെ ഒത്തിരി നല്ല സപ്പോർട്ടീവാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് വൾച്ചർ എന്ന് പറയുന്ന കമ്പനി, അതിലാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഒത്തിരി നല്ല കമ്പനികളുള്ളപ്പോൾ ഇനിയിപ്പോൾ ഞാനും കൂടി ഒരു കമ്പനിയുടെ ആവശ്യമുണ്ടോ? നമ്മൾ കൂടെ നിന്ന് നല്ല രീതിയിൽ ആ കമ്പനി വളർത്തിയെടുത്താൽ പോരെ. ഓരോ കമ്പനിയുടെയും വിജയം അവിടെ നിൽക്കുന്ന സ്റ്റാഫ് തന്നെയാണ്, അല്ലാതെ ഒരിക്കലും ഓണറിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒരു കമ്പനി വളർത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ വൈറലായ സമയത്ത് കൂടെയുള്ള ഒരുപാട് ലേഡി ബൗൺസേഴ്സ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഒന്നിൽ കണ്ടു ഫസ്റ്റ് ലേഡി ബൗൺസർ ഇൻ കേരള എന്ന്. ശരിക്കും അത് ശരിയാണോ? ഫസ്റ്റ് ലേഡി ബൗൺസർ ആണോ? ഫസ്റ്റ് ലേഡി ബൗൺസർ അല്ല ശരിക്കും. കാരണം ഒത്തിരി അധികം ലേഡി ബൗൺസേഴ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എന്നേക്കാൾ മുമ്പ് ലേഡി ബൗൺസേഴ്സ് വന്നിട്ടുണ്ട്. അവരൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ല, വന്ന് പോകുന്നു, ഇടയ്ക്ക് വർക്ക് എടുക്കുന്നു, പോകുന്നു. കണ്ടിന്യൂസ് വന്ന് പോകുന്ന ലേഡീസിൽ ഒരാളാണ് ഞാൻ. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. സിനിമ 2 ചെയ്തു. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണ്ടേ. അപ്പോൾ സിനിമയും ഇതിൽ ആഗ്രഹങ്ങളിലൊന്നാണ്. 2 മൂവി ചെയ്തു. വിശേഷത്തിലൊരു ചെറിയ വേഷം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി എനിക്ക്. രണ്ടാമത് പൂരം പൂരാടം പൂരോട്ടാതി എന്ന് പറയുന്ന ഒരു മൂവി, അത് രാജേഷ് മാധവ് ആണ് മെയിൻ ക്യാരക്ടർ. അതിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. മിക്കവാറും ജൂലൈയിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരിക്കും സിനിമയിലേക്കുള്ളൊരു ക്ഷണം വരുന്നത് എപ്പോഴാണ്? എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫോൺ ചെയ്യുമ്പോൾ പറയാറുണ്ട്,
സൗണ്ട് അത്യാവശ്യം നല്ല സൗണ്ടാണ്. നമുക്കറിയില്ലല്ലോ, നമ്മൾ പറയുന്ന മാത്രമല്ല ഫോണിൽ കൂടി. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഉമേഷ് എന്നാണ് പേര്, അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അദ്ദേഹം ഇതുപോലെ ഒരു മൂവിയുടെ ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന് പറയുന്ന അവാർഡ് വിന്നിങ് മൂവിയാണ് വിൻസി അലോഷ്യസിന്റെ. അപ്പൊ അതിലൊരു ചെറിയ ക്യാരക്ടറിന് വോയിസ് കൊടുക്കാനായിട്ട് നീ വന്ന് നോക്ക്, നീ ഡബ് ചെയ്ത് നോക്ക്, നിനക്ക് പറ്റുവാണെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നോക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഞാൻ ചെന്നു. ഒരു ക്യാരക്ടറിന് ഇച്ചിരി പാടുപെട്ടുമെങ്കിലും ഞാനത് ചെയ്തു. ഏതായിരുന്നു ആ ക്യാരക്ടർ? അതില് ചെറിയൊരു ക്യാരക്ടറാണ്, കുറേ ലേഡീസ് ഉണ്ടല്ലോ, അതിലൊരു ചെറിയൊരു ക്യാരക്ടർ. അങ്ങനെ ചെയ്തു. അന്നത്തെ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിലാണ് സിനിമയോടുള്ള എൻ്റെ താല്പര്യം ഞാൻ പറഞ്ഞത്. അങ്ങനെ അവരുടെ നെക്സ്റ്റ് മൂവിയിലാണ് എനിക്കിങ്ങനെ വിശേഷം എന്ന് പറയുന്ന മൂവിയിൽ ചാൻസ് കിട്ടി. അതിനുശേഷമാണ് അടുത്ത മൂവി. അപ്പം ശരിക്കും ഇനിയിപ്പം ബൗൺസർ ആ ഒരു ലൈഫിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ ഒരു വർക്കാണോ ചെയ്തിട്ടുള്ളത്? ഇല്ല. പിന്നെ ഈ പറഞ്ഞല്ലോ, ഈ വീഡിയോ കൂടുതലും നമ്മുടെ കയ്യിൽ ഉണ്ടാവാറില്ല, വളരെ കുറച്ച് വീഡിയോസ്. ഇതിപ്പോൾ ലാലേട്ടൻ ഫാനാണ്, ലാലേട്ടൻ്റെ വലിയ ഫാനാണെന്ന് ഞങ്ങളുടെ ആ അവിടുത്തെ മീൻസ് വീഡിയോ സ്റ്റില്ലൊക്കെ എടുക്കുന്ന പയ്യന്മാരുണ്ടായിരുന്നു, അവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇത്രയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി രാവിലെ വന്ന് നിൽക്കുന്ന ഇവർ കണ്ടപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൻ്റെ ഇടയിൽ ഇത്രയും വലിയ ഫാനാണ്, ആദ്യമായിട്ട് അടുത്ത് വലിയ ക്രൗഡില്ലാതെ കാണാൻ പോകാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു തന്ന വീഡിയോ ആയിരുന്നു. ബാക്കി വർക്കുകൾക്കൊന്നും ഇതുപോലെ നമുക്ക് വീഡിയോസ് കിട്ടാറില്ല. ചിലപ്പോൾ ഏതെങ്കിലും മീഡിയക്കാര് കവർ ചെയ്യുമ്പോൾ അതിനകത്ത് വല്ല നമ്മൾ പെട്ടാലായി. അതായത് നമുക്ക് വേണ്ടി പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്ത് വെക്കാറില്ല. അങ്ങനെ കിട്ടിയതാണ് ഹണി റോസിന്റെ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ്. അപ്പോൾ ആരുടെയൊക്കെ കൂടെയാണ് മെയിനായിട്ട്? മമ്മൂക്കയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? മമ്മൂക്കയുടെ ഫിലിം പ്രൊമോഷൻസിനൊക്കെ ചെന്നിട്ടുണ്ട്. അത് കൂടുതലും ജെൻസ് ആണ് നിൽക്കാറ്, നമുക്ക് അങ്ങനെ അത് വലിയ റോള് വരാറില്ല. ശരിക്കും എല്ലാവരും ഇതിൽ പറയുമ്പോൾ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും വൈറലാവാൻ കാര്യം നമ്മൾ കൂടുതലും ബൗൺസർ മാത്രമല്ല, അന്ന് ഞാൻ ഇവന്റ് കോർഡിനേറ്ററും കൂടി ആയതുകൊണ്ട്, ഇത് രണ്ടും ഒരേ സമയം ഞാൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇങ്ങനത്തെ ഒരു വൈറലായത്. ശരിക്കും ഈ ആക്ടേഴ്സിന്റെ ഒരു സമീപനം എങ്ങനെയാണ്? ലേഡി ബൗൺസേഴ്സിനോടൊക്കെ എങ്ങനെയാണ്? വളരെ കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇത് തന്നെയാണ് എല്ലാവരും ഭാഗത്തുനിന്നുണ്ട്. ഒരു ലേഡി ബൗൺസറിന് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്തൊക്കെയാണ്? ശരിക്കും നമ്മൾ പറയും ഒരു നല്ല ശരീരം, അതാണ് ഏറ്റവും, ഇങ്ങനെ ഒരു ലേഡി ബൗൺസറായി നിൽക്കുമ്പോൾ അവരുടെ ശരീരമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയും. അതല്ലാതെ എന്തൊക്കെയാണ് ഒരു ബൗൺസറിന് വേണ്ടത്? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ബോഡി ഫിറ്റ് ആയിരിക്കണം ഒന്നാമത്തെ കാര്യം. രണ്ട്, ഒരു ഇഷ്യൂ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി, നമ്മളുടെ ഒരു മെൻ്റൽ പവർ എന്നുവെച്ചാൽ ഒരു വിഷയം വരുമ്പോൾ അവിടെ നിന്ന് മാറി പെട്ടെന്ന് പുറകോട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു പബ്ബിലാണെങ്കിൽ തന്നെയും ഒരു ലേഡി ഉണ്ടാവുള്ളൂ. ഈ ഒരു ലേഡി ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ജെൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ലേഡീസ് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഒരൊറ്റ ലേഡി ഉണ്ടാവുള്ളൂ ഹാൻഡിൽ ചെയ്യാൻ. അപ്പം നമ്മൾ അത്രയും ഒരു വിഷയങ്ങൾ വന്നിട്ടുണ്ട്, അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതെന്താ നമ്മുടെ ഒരു മെന്റൽ പവർ തന്നെയാണ്. ഒരു വിഷയം വന്നാൽ തളർന്നു പോവാതെ അത് മാക്സിമം അത് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മുടെ കൈ പിടിച്ചാൽ കിട്ടാതെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാം. ഇപ്പോൾ മോഹൻലാലും മമ്മൂക്കയൊക്കെ വരുമ്പം ഭയങ്കരമായിട്ട് ക്രൗഡ് ഇടിച്ചു കയറും. അപ്പോൾ അവരെ എന്താ പറയുക, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടില്ല? വലിയ ഫംഗ്ഷൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് അതനുസരിച്ച് ബോയ്സും ഉണ്ടാവും. നമ്മുടെ ലേഡീസിന് അത്രമാത്രം ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയം ഉണ്ടാവില്ല. സപ്പോർട്ടിന് അറിയാലോ, സപ്പോർട്ടിന് ബോയ്സ് നല്ലപോലെ നമ്മുടെ ഇവിടെ കട്ടക്കുണ്ടാവും. അതുകൊണ്ട് ഇതുവരെ കുഴപ്പമുണ്ടായിട്ടില്ല. ഹണി റോസിന്റെ ഫംഗ്ഷനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഇടിച്ചു കയറിയ കൂടുതൽ ജെൻസ് ആയിരിക്കും. അവരെ കൺട്രോൾ ചെയ്യാൻ പാടുപെട്ടിട്ടുണ്ടോ ശരിക്കും? ഈ പറയുന്ന സെലിബ്രിറ്റീസ് ഓൾമോസ്റ്റ് എല്ലാവരും വരുന്നിടത്ത് നല്ല ക്രൗഡ് ഉണ്ടാവും. അതനുസരിച്ചുള്ള ആളുകളെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ബൗൺസേഴ്സ് ഉണ്ടാവും. ഒരുമാതിരിപ്പെട്ട ഹണി റോസ്, ലാലേട്ടൻ, മമ്മൂക്ക അതുപോലെയുള്ള ആക്ടേഴ്സ് വരുന്ന സമയത്ത് നല്ല ക്രൗഡുണ്ട്, അത് മാനേജ് ചെയ്യാൻ പറ്റാറുമുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ ഈ വീഡിയോ വൈറലായതിനു ശേഷം എനിക്കും ലേഡി ബൗൺസറായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് വരുന്നവരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് വിളിച്ചിരുന്നോ? എങ്ങനെയാണ്? അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ താല്പര്യമുണ്ടെന്നും അതിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നൊക്കെയോ നമ്പർ കിട്ടി, അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ എൻ്റെ ഇൻസ്റ്റയിൽ, ഫേസ്ബുക്കിൽ അങ്ങനെ കുറേ പേര്. അത് ഭയങ്കര ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ശരിക്കും ഇങ്ങനെ ഒരുപാട് പേര് വിളിച്ചെന്ന് തോന്നി അവര് ആ ഒരു കൗതുകത്തിന് വരുന്നതാണോ അല്ലെങ്കിൽ നല്ല പാഷനേറ്റ് ആയിട്ട് വരുന്നവരാണ്, എന്താ തോന്നിയത്? എനിക്ക് അവരോട് സംസാരിച്ചതിൽ കുറച്ച് പേര് പാഷനേറ്റീവായിട്ട് അത് താല്പര്യമുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യും. ചില ആളുകൾ സെലിബ്രിറ്റികളെ കാണാൻ പറ്റുമല്ലോ, എനിക്ക് അത്രയും ആഗ്രഹമുള്ള മീൻസ് എനിക്ക് അത്രയും ആൾക്കാരെ അടുത്ത് നിന്ന് അടുത്ത് കാണാൻ കാണാൻ പറ്റുമല്ലോ. പറ്റുമല്ലോ എന്ന മൈൻഡായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ ആയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ വർക്ക് ബേസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഇഷ്ടമുള്ള വ്യക്തികളെ അടുത്ത് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ആ സമയത്ത് ആ ഒരു മൈൻഡിൽ നിന്ന് നമ്മുടെ വർക്ക് നടക്കും. വർക്കാണ് അപ്പൊ പ്രധാനമായിട്ടുള്ളത്. വർക്കാണ് എപ്പോഴും പ്രധാനം. ഒരാളിപ്പം ബൗൺസറായി വന്നു, അപ്പോൾ അവരൊരു വർക്കിന് പോകുന്നത് വരെയുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണത്? ഒരു ബൗൺസർ ഇപ്പം ഓരോ വർക്കിനും ഓരോ സ്ട്രാറ്റജിയാണ്. അപ്പം ആ വർക്കിൻ്റെ രീതി നോക്കിയിട്ട് ആദ്യം നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഇവൻ്റാണ് നമ്മൾ ഏൽപ്പിക്കുന്നതെങ്കിൽ അവരെ നമുക്കൊരു ഇത് പാസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ബ്രീഫ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് അനുസരിച്ച് നമ്മൾ ഓരോരുത്തരെ അറേഞ്ച് ചെയ്ത് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബൗൺസർമാർക്ക് വേണ്ടത്ര സുരക്ഷ ശരിക്കും ഒരുക്കുന്നുണ്ടോ എല്ലാവരും? അത് ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമുക്ക് ഈ പറയുന്ന പോലെ ലീഗലി ഉള്ള കുറേ സപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു. നമ്മളെല്ലാവരെ പോലെ തന്നെ എഫേർട്ട് ഇടും. പക്ഷെ പുറത്തൊക്കെ അങ്ങനെയല്ല. പുറം രാജ്യത്തൊക്കെ ബൗൺസേഴ്സിന് അതിൻ്റെതൊരു വാല്യൂ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു ബൗൺസറിന് ഇപ്പൊ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞില്ലേ ഗുണ്ട അങ്ങനെയൊക്കെയാണ് ഇത്. പക്ഷെ നമ്മളിടുന്ന എഫേർട്ടൊക്കെ സെയിം ആണ്. എഫേർട്ട് 100% എഫേർട്ട് നമ്മൾ ഇടുന്നുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് കിട്ടുന്നത് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമ്മൾ കാര്യമാക്കുന്നില്ല. പക്ഷെ നമ്മളൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമ്മളെ ഏൽപ്പിച്ച ആളുകളുടെ അടുത്തുനിന്നും അതുപോലെ നമ്മളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തുനിന്നും കിട്ടുന്ന ആ ഒരു സ്മൈല് അത് തന്നെ ധാരാളം. ബൗൺസർ വർക്കിനുള്ള റെമ്യൂണറേഷൻ ഒക്കെ നമ്മുടെ എഫേർട്ടിന് തന്നെ തികയുന്നതാണോ അതോ ഇതിലും കൂടുതൽ വേണം? കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ ഇടുന്ന എഫേർട്ടിനുള്ള ഒരു പേയ്മെന്റ് ഇല്ല, എന്നാലും അത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി പോകുന്നതുകൊണ്ട് ചെയ്യുന്നു. ശരിക്കും നമ്മളൊരു ലേഡി ബൗൺസർ മാത്രം ഒരു വർക്ക് കൊണ്ട് നമുക്ക് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ബൗൺസറിന്റെ ജോലി മാത്രം വെച്ചാൽ പബ്ബുകളിലുള്ള വർക്കുകൾ, പിന്നെ ഫിലിം പ്രൊമോഷൻസ്, അത് മാത്രമായിട്ട് കൂടുതൽ എൻക്വയറീസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിത് മതി. പക്ഷേ ലേഡീസിന്റെ റിക്വയർമെന്റ് വളരെ കുറവാണ്. റിക്വയർമെന്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ പറയുന്ന പോലെ അതൊരു ജോലി സാധ്യതയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? സിനിമയാണോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സിനിമ ഫോക്കസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒന്ന് സ്റ്റേബിൾ ആവാനുള്ള കുറച്ചധികം ഓട്ടത്തിലാണ്. ഫോട്ടോഗ്രാഫി ഉണ്ട് കൂട്ടത്തിൽ. ബൗൺസർ വർക്ക് എന്തായാലും നിർത്തില്ല, അതൊരു പാഷനായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം. സിനിമകളും നോക്കുന്നുണ്ട്. 1000 വാക്കുകൾക്ക് സമമാണ് ഒരു ഫോട്ടോ എന്ന് പറയാറുണ്ട്. ശരിക്കും അതുകൊണ്ടാണ് ഈ ഫോട്ടോയിലൂടെ ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് എടുത്തൊരു ഫോട്ടോ ഏതാണ്? മനസ്സിൽ നിന്നും സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോ ഏതാണ് എടുത്തതിൽ? എനിക്ക് കൂടുതലും കാൻഡിഡ് ആയിട്ട് എടുക്കുന്ന പല ഫോട്ടോസ് ഉണ്ട്. കാരണം ചില ആളുകളുടെ കൂടുതലും നമുക്ക് ആ ഫോട്ടോസിൻ്റെ വാല്യൂ അറിയുന്ന അവർ നമ്മുടെ അടുത്ത് നിന്ന് പോയി കഴിയുമ്പോൾ ചില ഫോട്ടോസ് ആ ഫോട്ടോസിനുള്ള ലൈഫ് അത് ശരിക്കും അത് ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ തന്നെ കാര്യമാണ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. പക്ഷെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ആ പടത്തിനുണ്ടാകുന്ന ഒരു ലൈഫ് അത് ഒന്ന് വേറെയാണ്. കാരണം നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ എടുക്കുന്ന ഓരോ ചിത്രങ്ങളും ഓരോരുത്തരുടെ ലൈഫിൽ ചിലപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഫോട്ടോസ് എടുക്കുന്നതുകൊണ്ട് നമുക്കിതെല്ലാം കോമൺ ആയിട്ട് തോന്നും. പക്ഷെ അത് കിട്ടുന്ന ആളുകൾക്ക് അതിന് ഭയങ്കര മൂല്യമുണ്ടാവും. ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ അനുഭവിച്ച ചലഞ്ചിങ് എന്തൊക്കെയാണ്? തുടക്കത്തിലുള്ള ഒരു ഇത് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഒറ്റയ്ക്ക് കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. പക്ഷെ ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്ന സമയത്ത് ഒത്തിരി ലേഡീസ് വേറെ ഉണ്ട്. പക്ഷെ പ്രൊമോഷൻ വർക്കുകളും മറ്റു കാര്യങ്ങൾക്കൊന്നും അവരങ്ങനെ വരാറില്ല. ഇപ്പോഴാണ് പിന്നെ ആൾക്കാരൊക്കെ വരുന്നത്. അല്ലാതെ വെഡിങ് വർക്കൊക്കെ ആ സമയത്തും വേറെ ഒത്തിരി ലേഡീസ് ചെയ്യുമായിരുന്നു. പക്ഷെ പ്രൊമോഷനിലേക്കൊന്നും അങ്ങനെ അധികാരം വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇപ്പൊ ഇഷ്ടംപോലെ പിള്ളേര് പഠിച്ചിറങ്ങി. എമ്പുരാൻ മൂവി കണ്ടോ? ഇഷ്ടപ്പെട്ട? എമ്പുരാൻ മൂവി ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയി. 6 മണിയുടെ ഫാൻസ് ഷോയ്ക്ക് ഉണ്ടായിരുന്നു, അതിന് പോയി കണ്ടു. മിനിഞ്ഞാന്ന് കുട്ടികളുമായിട്ട് പോയി രണ്ടാമത് കണ്ടു. റീ എഡിറ്റ് ചെയ്തത് കാണണമെന്നുണ്ടോ?
റീ എഡിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇനിയും പോയി കാണും. അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ ലൂസിഫറാണ് അധിക പേർക്കും ഇഷ്ടപ്പെട്ടത്. എമ്പുരാനേക്കാളും ലൂസിഫറാണ് ബെറ്റർ എന്ന് പറയുന്നത്. എന്താ തോന്നിയത് കണ്ടിട്ട്? എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടപ്പെട്ട മൂവിയാണ്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. അതെ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് രണ്ട് മൂവിയും ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജിനാണ് കൂടുതൽ എന്താ പറയുക സ്ക്രീൻ പ്രസൻസ് നൽകിയിട്ടുള്ളത്. ലാലേട്ടനെ സൈഡാക്കി എന്നൊക്കെ ഒരുപാട് ഫാൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ആരാധിക എന്ന നിലയിൽ എന്താ തോന്നിയത് അത് കണ്ടപ്പോൾ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു സിനിമയെ സിനിമയായിട്ട് കാണുക. അതിൽ ലാലേട്ടൻ എത്ര നേരം വന്നു എന്നതിലല്ല, ലാലേട്ടൻ്റെ മൂവി അത് ടോട്ടൽ ആയിട്ടുള്ള ഒരു മൂവി ആസ്വദിക്കുക. ലാലേട്ടൻ അതിൽ ഒരു സീനാണെങ്കിലും അതിൽ ഫുള്ളുണ്ട്, ത്രൂ ഔട്ട് ഉണ്ടെങ്കിലും ലാലേട്ടൻ്റെ പ്രസൻസ് അത് വേറെ തന്നെയാണ്. അതെ അതെ, അത് വേറെ തന്നെയാണ്. അത് ആ ഒരു പടമായിട്ട് തന്നെ കാണുക, അല്ലാതെ ഇത്ര ഷോട്ട് ഉണ്ടായിരുന്നു എന്നല്ല നോക്കേണ്ടത്. അതിന് ലാലേട്ടന് കുറച്ച് ഷോട്ടേ ഉണ്ടായുള്ളെങ്കിൽ അതിന് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ L3 എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതെ അതെ, ഒന്നും കാണാണ്ടല്ലല്ലോ അവർ ചെയ്യുന്നത്. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആവുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അതനുസരിച്ച് ആ പടം വന്നു, അത് ആസ്വദിക്കുക. അല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളവർക്ക് എപ്പോഴും അത് ചെയ്യാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. നമ്മളത് ബോധേഡാവാതിരിക്കുക. അപ്പോൾ എല്ലാ നന്മകളും നേരുന്നു. ഒരുപാട് ആഗ്രഹത്തോടു കൂടി വന്നൊരു പ്രൊഫഷനാണ്. അപ്പോൾ എന്താണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് പറയാനുള്ളത്? നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് മുമ്പോട്ട് പോവുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. മറ്റുള്ളവർ പറയുന്നത് അത് കേൾക്കാതിരിക്കുക. നമുക്ക് നല്ലത്, നമ്മളുടെ ലൈഫിൽ നല്ലതെന്ന് തോന്നുന്നതും മുമ്പോട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ.